എപ്പോഴും കൂടെയാണ്. എൻ്റെ കൂടെയാണ്. മുകളിലെ കയ്യിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്, കയ്യിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. മുകളിലെ നോട്ടം എന്നും നമ്മുടെ കൂടെ ഉണ്ട്. യെസ്, അത് ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ അടുത്ത്. അമ്മ എവിടെ പോയാലും ഞാനുണ്ട് പറയും. അതെ, രാത്രിയൊക്കെ ചിലപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ സിനിമ കാണാനൊക്കെ ഇരിക്കുകയായിരിക്കും. എവിടെയാണ് അമ്മച്ചി കറങ്ങി നടക്കുന്നത്? പ്രായമായ പെണ്ണല്ലേ, 9 മണിക്കുമ്പോൾ വീട്ടിൽ കയറാൻ നടന്നൂടെ? വീട്ടിൽ കയറ്, മതി എന്നൊക്കെ പറയും. കാരണം ഞാൻ എന്ത് അവളോട് പറയുന്നോ അതവള് തിരിച്ചു പറയും. മുകളിലൊരു സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ ഒരമ്മയെന്ന നിലയിൽ? ആ മുകളിലെ സ്വപ്നങ്ങൾ മുൻകൂട്ടി കാഴ്ചപ്പാടുകളുണ്ടോ? ഇല്ല. മുകളിലൊരു ഞാൻ അവളുടെ അയ്യോ അതൊന്നും ഒട്ടുമില്ല. അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അവളുടെ സ്വപ്നമാണ് എൻ്റെ സ്വപ്നം, അവളുടെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങൾ. കാരണം അവളൊരിക്കലും റോങ് ആയിട്ടൊരു ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. സോ അവൾക്ക് എന്താണോ അവളുടെ ഇഷ്ടം, എന്താണ് അവൾക്ക് ഇത് വേണ്ടതെന്ന് വെച്ചാൽ അതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 15 വയസ്സ് മുതൽ ഇങ്ങോട്ട് അവളുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ജോബിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരുടെ ഫ്യൂച്ചർ എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലോ. ചെറുതിലെ ചോദിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇൻസ്പെക്ടർ ആവണം, അത് കഴിയുമ്പോൾ കളക്ടർ ആവണം, അത് കഴിയുമ്പോൾ സിനിമാ നടനാവുമ്പോൾ, അത് കഴിയുമ്പോഴത്തേക്കും മന്ത്രിയാവണം, ഇങ്ങനെ മാറി മാറി വരുമല്ലോ സ്കൂളിൽ. എന്ന് പറഞ്ഞ പോലെ അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റാണ് അവൾ പറഞ്ഞ് എനിക്ക് സ്റ്റൈലിസ്റ്റ് ആവണം